ടു ബി എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ലെസൺസ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ലെസൺ ടു ബി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ലെസൺ തന്നെയാണ്. ടു ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആം, ഇസ്, ആർ, വാസ്, വേർ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ ഓരോ ലെസൺസിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ലെസൺ അങ്ങനെയല്ല. ടു ബി എന്നത് അങ്ങനെ തന്നെ ഒരു സെൻറ്റൻസിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ടു ബി കഴിഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു V3 ഫോം ആകാം. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ്. അതല്ലെങ്കിൽ ഒരു V4 ഫോം, ING ചേർത്തിട്ടുള്ള വേർബിൻ്റെ ഫോമിനാണ് നമ്മൾ V4 ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ടു ബി കഴിഞ്ഞിട്ട് V4 ഫോം വരാം. ഇതും അല്ലെങ്കിൽ നൗൺ വരാം, അഡ്ജക്റ്റീവ് വരാം. അങ്ങനെ ഡിഫറൻറ്റ് ഫോംസിൽ വരുമ്പോൾ എന്താണ് അതിനൊക്കെ മീനിങ് വരുന്നത്, ഏത് കോണ്ടെക്സ്റ്റുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ടു ബി കഴിഞ്ഞാൽ ആദ്യം V3 ഫോം വരുന്നത് എവിടെയാണ്? ടു ബി കഴിഞ്ഞിട്ട് V3 ഫോം. V3 എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ്. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ കണ്ടു. സീൻ എന്ന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. പിന്നെ റിട്ടൺ എന്ന് പറയുന്നതാണ് V3 ഫോം. അപ്പോൾ നമുക്ക് V3 ഫോം വരുന്നത് എങ്ങനെയാണ് ടു ബി കഴിഞ്ഞിട്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്തരം ഒരു ഫോം വരുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ്. എന്താണ് പാസീവ് വോയിസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് അല്ല ഡുവർ, സബ്ജക്റ്റ് അല്ല ആ ഒരു ആക്ഷൻ, ആ സെൻറ്റൻസിലുള്ള ഒരു ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് അല്ല. സബ്ജക്റ്റ് ആ ഒരു ആക്ഷൻ്റെ ഫലം അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് വേറെ മറ്റുള്ളവരാകാം, സബ്ജക്റ്റ് അല്ല. സബ്ജക്റ്റ് ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല, റിസീവർ ഓഫ് ദ ആക്ഷനാണ്. അത്തരം സെൻറ്റൻസുകളെയാണ് പറയുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകൾ. അത്തരം സെൻറ്റൻസുകളിൽ എപ്പോഴും ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. ടു ബി പ്ലസ് V3 ഇത്തരം സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് നോക്കാം. ഇപ്പോൾ ചില വേർബുകളുണ്ട്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം വരിക, എക്സ്പെക്റ്റഡ്, സപ്പോസ്ഡ്, സെഡ്, അതുപോലെ വാണ്ട്, അപ്പിയർ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില വേർബുകൾ. ഈ വേർബുകളുടെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ടു ബി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നീഡ് ടു ബി, സെഡ് ടു ബി, അപ്പിയർ ടു ബി, സീം ടു ബി, റിക്വയർഡ് ടു ബി, സപ്പോസ്ഡ് ടു ബി, പ്രിറ്റൻഡ് ടു ബി, ഇങ്ങനെയൊക്കെ. അപ്പോൾ ടു ബിയുടെ മുന്നിൽ വരുന്ന ചില സാധാരണയായി വരുന്ന ചില വേർബുകളാണ് ഇതൊക്കെ. അപ്പോൾ അത്തരം വേർബുകൾ എങ്ങനെയാണ്, അത്തരം ഒരു ഫോംസ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്? ദ കാർ നീഡ്സ് ടു ബി റിപ്പയർഡ്. കാർ റിപ്പയർ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. നീഡ് ടു ബി റിപ്പയർഡ്. നോക്കൂ, നീഡ് കഴിഞ്ഞ് ടു ബി, പിന്നെ റിപ്പയർഡ് എന്നത് ഒരു വേർബിൻ്റെ V3 ഫോമാണ്. റിപ്പയർ, റിപ്പയർഡ്, റിപ്പയർഡ്. അപ്പോൾ ദ കാർ നീഡ്സ് ടു ബി റിപ്പയർഡ്. ദ കാർ ആയതുകൊണ്ടാണ് നീഡ്സ് എന്ന് ഉപയോഗിച്ചത്. ഇനി കാസ് എന്നായിരുന്നെങ്കിൽ ദ കാസ് നീഡ് ടു ബി റിപ്പയർഡ്. അപ്പോൾ ടു ബി കഴിഞ്ഞിട്ട് V3 ഫോം വന്നു. ദ പാക്കേജ് നീഡ്സ് ടു ബി ഡെലിവേർഡ്. പാക്കേജ് ഡെലിവറി ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നാണ്. ദ പാക്കേജ് നീഡ്സ് ടു ബി ഡെലിവേർഡ്. ദ ഹൗസ് നീഡ്സ് ടു ബി പെയിൻറ്റഡ്. ദ ഹൗസസ് നീഡ് ടു ബി പെയിൻറ്റഡ്. പെയിൻറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ദ ബുക്ക് നീഡ്സ് ടു ബി പബ്ലിഷ്ഡ്. ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ദ ഫ്ലോർ നീഡ്സ് ടു ബി ക്ലീൻഡ്. ഫ്ലോറ് ക്ലീൻ ചെയ്യപ്പെടേണ്ട ആവശ്യം ഉണ്ട്. ദ ഫ്ലോർ നീഡ്സ് ടു ബി സ്വെപ്റ്റ്. സ്വീപ്പ് ചെയ്യുക മീൻസ് ബ്രൂം കൊണ്ടൊക്കെ അടിച്ചു വാരുക, അതാണ് സ്വീപ്പ്. സ്വീപ്പ് എന്നതിൻ്റെ V3 ഫോമാണ് സ്വെപ്റ്റ്. ദ ഫ്ലോർ നീഡ്സ് ടു ബി സ്വെപ്റ്റ്. ദ ഹോംവർക്ക് നീഡ്സ് ടു ബി ഡൺ. നോക്കൂ, ഡൺ എന്നത് ഡു എന്ന വേർബിൻ്റെ V3 ഫോമാണ്. നീഡ്സ് ടു ബി ഡൺ. ഹോംവർക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. ദ പാർസൽ നീഡ്സ് ടു ബി ബ്രോട്ട്. പാർസൽ ഇവിടെ മറ്റുള്ളവർ കൊണ്ടുവരണം, ആരാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നില്ല. നീഡ്സ് ടു ബി ബ്രോട്ട്. ബ്രിങ് എന്നതിൻ്റെ V3 ഫോമാണ് ബ്രോട്ട്. ദ ലെറ്റേഴ്സ് നീഡ് ടു ബി പോസ്റ്റഡ്.
ദ ചെയേഴ്സ് നീഡ് ടു ബി പോളിഷ്ഡ്. പോളിഷ്ഡ് എന്നത് V3 ഫോമാണ്. ചെയേഴ്സൊക്കെ പോളിഷ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ടു ബി പ്ലസ് V3. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് നീഡാണ്. അതുപോലെ വേറെ പല വേർബുകളും ഉപയോഗിക്കാം. ഷെഡ്യൂൾഡ് ടു ബി. ഒരു കാര്യം ഷെഡ്യൂൾഡ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് എല്ലാം പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡേറ്റും അതിൻ്റെ സമയമൊക്കെ ഫിക്സ് ചെയ്ത് വയ്ക്കുക എന്നല്ലേ. അപ്പോൾ ദ ഡാൻസ് പ്രോഗ്രാം ഈസ് ഷെഡ്യൂൾഡ് ടു ബി കണ്ടക്റ്റഡ് ഹിയർ. ഇവിടെ കണ്ടക്ട് ചെയ്യാനാണ് അത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ദ ന്യൂ റെസ്റ്റോറൻറ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഓപ്പൺഡ് സൂൺ. ആ പുതിയ റെസ്റ്റോറൻറ്റ് പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദ ന്യൂ റെസ്റ്റോറൻറ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഓപ്പൺഡ്. നോക്കൂ, ഓപ്പൺ എന്ന വേർബിൻ്റെ V3 ഫോമാണ് ഓപ്പൺഡ്. ദ ലെക്ചർ ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഡെലിവേർഡ് ബൈ ആൻ എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ആ ലെക്ചർ ഡെലിവർ ചെയ്യപ്പെടാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഫിക്സ് ചെയ്ത് അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നർത്ഥം. ദ പ്രോജക്റ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി കംപ്ലീറ്റഡ് ബൈ 2025. 2025 ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് സപ്പോസ്ഡ് ടു ബി. ദ റിപ്പോർട്ട് ഈസ് സപ്പോസ്ഡ് ടു ബി ഫിനിഷ്ഡ് ടുഡേ. ആ റിപ്പോർട്ട് ഇന്ന് ഫിനിഷ് ചെയ്യേണ്ടതാണ് എന്നാണ്. സപ്പോസ് ടു ബി ഫിനിഷ്ഡ്, ഇന്നാണ് അത് ചെയ്യേണ്ടത്. ദ പാക്കേജ് ഈസ് സപ്പോസ് ടു ബി ഡെലിവേർഡ് ടുമാറോ. അപ്പോൾ നാളെയാണ് ആ പാക്കേജ് ഡെലിവറി ചെയ്യപ്പെടേണ്ടത് എന്നാണ്. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് അറ്റ് 2 PM. ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എപ്പോഴാണ് അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് എന്നത് ഹോൾഡ് എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോമാണ്. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് അറ്റ് 2 PM. 2 PM 2 മണിക്കാണ് അത് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. സപ്പോസ്ഡ് ടു ബി ഹെൽഡ്, ചെയ്യേണ്ടത് അപ്പോഴാണ് എന്നാണ്. മീറ്റിംഗ് നടത്തേണ്ടത് അപ്പോഴാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് സെഡ് ടു ബി, പറയപ്പെടുക. ദ ന്യൂ ബുക്ക് ഈസ് സെഡ് ടു ബി പബ്ലിഷ്ഡ് നെക്സ്റ്റ് മന്ത്. ആ പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടേണ്ടത് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസമാണ് എന്ന് പറയപ്പെടുന്നു. ദ ന്യൂ ബുക്ക് ഈസ് സെഡ് ടു ബി പബ്ലിഷ്ഡ്. നോക്കൂ, പബ്ലിഷ്ഡ് V3 ഫോമാണ്. പബ്ലിഷ് എന്ന വേർബിൻ്റെ V3 ഫോമാണ് പബ്ലിഷ്ഡ്. അപ്പോൾ സെഡ് ടു ബി എന്നാൽ പറയപ്പെടുക എന്നാണ്. പറയപ്പെടുന്നു. ദ ഷെഫ് ഈസ് സെഡ് ടു ബി ട്രെയിൻഡ് ഇൻ പാരീസ്. ആ ഷെഫ് പാരീസിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരാളാണ്, അതായത് ട്രെയിനിങ് കിട്ടിയ ഒരാളാണ് എന്ന് പറയപ്പെടുന്നു. ദ ഷെഫ് ഈസ് സെഡ് ടു ബി ട്രെയിൻഡ് ഇൻ പാരീസ്. ട്രെയിൻഡ് എന്നത് V3 ഫോം. അപ്പോൾ ടു ബിയുടെ കൂടെ ഒരു V3 ഫോം ഉപയോഗിക്കുന്നത് എന്താണ് ഇതിൻ്റെ മീനിങ് എന്നും ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലായല്ലോ. പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് V4 ഫോം എങ്ങനെയാണ് ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്? V4 ഫോം എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് എ വെർബ്. അതിനെ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. ഇപ്പോൾ ഒരു ആക്ഷൻ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ടു ബി പ്ലസ് V4 ഫോം ഉപയോഗിക്കുന്നത്. ഇതും സാധാരണയായിട്ട് സീം, എപ്പിയർ, പ്രിറ്റൻഡ് ഇങ്ങനെയുള്ള വേർബിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഷീ സീംസ് ടു ബി ഹൈഡിങ് സംതിങ്. നോക്കൂ, സീംസ് ടു ബി ഹൈഡിങ്. ടു ബി കഴിഞ്ഞിട്ട് ഹൈഡ് എന്ന വേർബിൻ്റെ ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ സീംസ് ടു ബി ഹൈഡിങ് സംതിങ്. അവൾ എന്തോ മറയ്ക്കുകയാണെന്ന് തോന്നുന്നു, എന്തോ ഒളിച്ചു വയ്ക്കുകയാണെന്ന് തോന്നുന്നു. ഹീ പ്രിറ്റൻഡഡ് ടു ബി സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിച്ചു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ഫോമാണ്. ഹീ പ്രിറ്റൻഡഡ് ടു ബി സ്ലീപ്പിംഗ്. ഹീ പ്രിറ്റൻഡഡ് ടു ബി റീഡിങ്. അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അഭിനയിച്ചു. ദ സിറ്റുവേഷൻ സെയിംസ് ടു ബി ഇംപ്രൂവിങ്. ആ സ്ഥിതിഗതികളൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ദ സിറ്റുവേഷൻ സീംസ് ടു ബി ഇംപ്രൂവിങ്. ഇംപ്രൂവ് പ്ലസ് ING ആണ് ഇംപ്രൂവിങ്.
അപ്പോൾ ഇതൊക്കെ ടു ബി കഴിഞ്ഞിട്ട് V4 ഫോം ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകളാണ്. ഇനി V3 ഫോം അതുപോലെ V4 ഫോം അല്ലാതെ ടു ബി കഴിഞ്ഞിട്ട് നമുക്ക് നൗൺ ഉപയോഗിക്കാം. അതെവിടെയാണ്? ഹീ പ്രിട്ടൻസ് ടു ബി എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് അഭിനയിക്കാറുണ്ട്, അങ്ങനെ അഭിനയിക്കുന്നു എന്നാണ്. ഷീ പ്രിട്ടൻസ് ടു ബി ആൻ ആർട്ടിസ്റ്റ്, അവൾ അഭിനയിക്കാറുണ്ട് എന്ത്? ഒരു ആർട്ടിസ്റ്റാണെന്ന്. ദേ പ്രിറ്റൻഡഡ് ടു ബി സ്റ്റുഡൻസ്, അവർ സ്റ്റുഡൻസ് ആണെന്ന് അഭിനയിച്ചു. ടു ബി എ ഡോക്ടർ, ടു ബി സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ നൗണാണ് ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ വാണ്ട്സ് ടു ബി എ ടീച്ചർ, അവൾ ഒരു ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു. വാണ്ട്സ് ടു ബി, നോക്കൂ, വാണ്ടാണ്. ഷീ വാണ്ട്സ് ടു ബി എ ടീച്ചർ. അപ്പോൾ ഇതൊക്കെ നൗൺസാണ്. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ഷീ വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ, അവൾ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നു. സക്സസ്ഫുൾ എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ദ ചൈൽഡ് പ്രിറ്റൻഡഡ് ടു ബി സിക്ക്, ആ കുട്ടി അഭിനയിച്ചു എന്താണ്? ടു ബി സിക്ക്, സുഖമില്ല എന്ന് അഭിനയിച്ചു, സുഖമില്ലാതിരിക്കുകയാണ് എന്ന് അഭിനയിച്ചു. സിക്ക് എന്നത് അഡ്ജക്റ്റീവാണ്. ഹീ എയിംസ് ടു ബി എ ഡോക്ടർ, അവൻ എയിം ചെയ്യുന്നത് ഒരു ഡോക്ടർ ആകാനാണ്. അവിടെ നൗണാണ് ഉപയോഗിച്ചത്. ഐ വാണ്ട് ടു ബി ഹാപ്പി, നോക്കൂ, ഹാപ്പി എന്നത് അഡ്ജക്റ്റീവാണ്. ഐ വാണ്ട് ടു ബി ഹാപ്പി, ടു ബി കഴിഞ്ഞിട്ട് ഹാപ്പി അഡ്ജക്റ്റീവാണ്. ഷീ ഈസ് സെഡ് ടു ബി എ സയൻറ്റിസ്റ്റ്, ഷീ ഈസ് സെഡ് ടു ബി എ സയൻറ്റിസ്റ്റ്, അവളൊരു സയൻറ്റിസ്റ്റ് ആണ് എന്ന് പറയപ്പെടുന്നു. ഷീ ഈസ് സെഡ് ടു ബി ബ്രില്യൻറ്റ്, അവൾ വളരെ ബ്രില്യൻ്റ് ആണ് എന്ന് പറയപ്പെടുന്നു. അവിടെ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ ഒരു അഡ്ജക്റ്റീവായി, സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നൗണായി. വി ആർ ലക്കി ടു ബി സിറ്റിസൻസ് ഓഫ് ഇന്ത്യ, നോക്കൂ, വി ആർ ലക്കി ടു ബി സിറ്റിസൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ സിറ്റിസൻസ് നൗണാണ്. ലക്കി ടു ബി, നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് എന്നതിൽ ഭാഗ്യവാന്മാരാണ് എന്നാണ്. വി ആർ ലക്കി ടു ബി റിച്ച്, നമ്മൾ പണക്കാരാണ് എന്നതിൽ, നമ്മൾ റിച്ചാണ് എന്നതിൽ ലക്കിയാണ് എന്ന്. അപ്പോൾ റിച്ച് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവാണ് ഉപയോഗിച്ചത്, അതേസമയം സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ നൗണാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ ടു ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന V3 ഫോംസ്, V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണ്, എന്താണ് അതിൻ്റെ മീനിങ്, അതുപോലെ V4 ഫോം ഉപയോഗിക്കുന്നത്, അതായത് ING ഫോം ഉപയോഗിക്കുന്നത് എവിടെയാണ്, എന്താണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത്, ഏത് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ടു ബി കഴിഞ്ഞിട്ട് നമുക്ക് നൗൺ, അഡ്ജക്റ്റീവ് ഒക്കെ ഉപയോഗിക്കാം.